തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു സർക്കാർ. MR അജിത് കുമാറിന്റെ വീഴ്ച സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. പൂരം അലങ്കോലമാക്കാനുള്ള ശ്രമങ്ങളും ഉദ്യോഗസ്ഥ വീഴ്ചയും ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസും പരിശോധിക്കും. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ആസൂത്രിതമായ നീക്കം നടന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. അതേസമയം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ തീരുമാനമായില്ല. DGPയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആദ്യം പ്രതികരണം. തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷ് IPSൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. രണ്ടാമത്തത്, പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇൻ്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. മൂന്നാമത്തത്, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞത് സമ്മതിച്ചല്ലോ, പൂരം കലക്കിയതാണ്. അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി. ADGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു. അത് സമ്മതിച്ചല്ലോ. ആ അന്വേഷണം പോരായ്മയുണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ്. പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും. പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. പൂരം കലക്കിയതാണ്. പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന ADGPയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ജുഡീഷ്യൽ അന്വേഷണം വേണം. മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട്. മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത്. ശ്രീജിത്ത് തുടരുന്നുണ്ട് നമുക്കൊപ്പം. ശ്രീജിത്ത്, ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസിനും ഒപ്പം തന്നെ DGP അന്വേഷണത്തിന് നേതൃത്വം നൽകുകയാണ്. MR അജിത് കുമാറിനെതിരായ തുടർച്ചയായ അന്വേഷണ പരമ്പരകളുടെ പട്ടികയിൽ മറ്റൊരു അന്വേഷണം കൂടി ചേരുകയാണ്. അപ്പോൾ കൃത്യമായി തന്നെ പൂരം കലക്കൽ അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ നേരത്തെ ADGPയുടെ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളുന്ന ഒരു നിലപാടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എങ്ങനെ കാണാം ഈ അന്വേഷണത്തെ? ഏത് വിധത്തിലുള്ള അന്വേഷണം നടക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്? ബിന്നിൽ 3 തലത്തിലുള്ള അന്വേഷണമാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിശദമായൊരു ചർച്ച നടന്നു. ഈ ചർച്ചയിൽ CPI മന്ത്രിമാർ തങ്ങളുടെ നിലപാട് ശക്തമായി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് തലത്തിൽ ഒരു ആസൂത്രണമുണ്ടോ, അത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്ന സംശയം CPI നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ വിശ്വാസയോഗ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് CPI തള്ളിക്കളയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 തരത്തിലുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ, ഒന്ന്, ഇപ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് കുറ്റം ചെയ്തത്, അവർക്കെതിരെ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ മേധാവിയായ ADGP H. വെങ്കടേഷിനാണ് ഈ അന്വേഷണ ചുമതല. രണ്ടാമതായി നടക്കുന്ന അന്വേഷണം സംസ്ഥാനത്തെ ഈ പോലീസിതര വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരുന്നു. ഇവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച
ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കും. ആ പരിശോധന സംസ്ഥാനത്തെ ഇന്റലിജൻസ് മേധാവിയായ മനോജ് എബ്രഹാം IPS ആണ് നിർവഹിക്കാൻ പോകുന്നത്. മൂന്നാമതായാണ് സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിന് ഈ പൂരം കലക്കൽ എന്തെങ്കിലും പങ്കുണ്ടോ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ പൂരം നടക്കുന്ന രാത്രി തൃശ്ശൂരിലുണ്ടായിരുന്നു, എന്നിട്ടും ഈ കാര്യങ്ങളിൽ ഫലപ്രദമായി അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്ന ഒരു വിമർശനം സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെതിരെ തുടരന്വേഷണം, എന്തൊക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് പിഴവ് വന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ADGP അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷിക്കും. ഇതാണ് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണം. എന്നാൽ പൂരം കലക്കൽ നടന്നു, പൂരം കലക്കൽ എന്നത് ഒരു ആരോപണമല്ല, മറിച്ച് ഒരു വസ്തുതയാണ് എന്ന കാര്യം സർക്കാർ സമ്മതിക്കുന്നു. ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില ആസൂത്രിതമായ ഗൂഢാലോചനകൾ, നീക്കങ്ങൾ അക്കാര്യത്തിൽ നടന്നു എന്ന കാര്യം സർക്കാർ സമ്മതിക്കുന്നു. ഒപ്പം തന്നെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിതമായ ചില ശ്രമങ്ങളും ഈ കൂട്ടത്തിൽ നടന്നു. ഇതെല്ലാം ഗൗരവതരമാണെന്ന് കണ്ടാണ് സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. പൂരം കലക്കിയത് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. സാമുദായിക അന്തരീക്ഷം ഉൾപ്പെടെ തകർക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ADGPക്കെതിരെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈകിയ വേളയിലെങ്കിലും സർക്കാർ